ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട 3 പ്രോബ്ലങ്ങളാണ് ഈ വീഡിയോയിലൂടെ സോൾവ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രോബ്ലം: എ കാർ മൂവ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 30 km/h for 3 hours and then moves with a velocity of 40 km/h for 2 hours. What is the magnitude of average velocity of the car? ഒരു കാറ് ആദ്യത്തെ 3 മണിക്കൂർ 30 km/h വേഗതയിലും അടുത്ത 2 മണിക്കൂർ 40 km/h വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത്. ഈ കാറിൻ്റെ ആവറേജ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ആവറേജ് വെലോസിറ്റിയുടെ ഫോർമുല നോക്കാം. ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ കാർ ആകെ സഞ്ചരിച്ചത് 5 മണിക്കൂറാണ്. ഇതിൽ ആദ്യത്തെ 3 മണിക്കൂർ സഞ്ചരിച്ചത് 30 km/h വെലോസിറ്റിയിലും അടുത്ത 2 മണിക്കൂർ 40 km/h വെലോസിറ്റിയിലുമാണ്. ആദ്യത്തെ 3 മണിക്കൂറിലുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റിനെ x1 എന്ന് മാർക്ക് ചെയ്യുന്നു, പ്ലസ് അടുത്ത 2 മണിക്കൂർ കൊണ്ട് കാറിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് x2. ആദ്യത്തെ 3 മണിക്കൂർ കൊണ്ട് കാറിനുണ്ടായ ഡിസ്പ്ലേസ്മെൻ്റാണ് x1, അടുത്ത 2 മണിക്കൂർ കൊണ്ട് കാറിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് x2 ഡിവൈഡഡ് ബൈ ടൈം t1 പ്ലസ് t2. x1 ഡിസ്പ്ലേസ്മെൻറ്റിന് എടുത്ത സമയമാണ് t1, അതുപോലെ x2 ഡിസ്പ്ലേസ്മെൻറ്റിന് എടുത്ത ടൈമാണ് t2. t1 3 മണിക്കൂറും t2 2 മണിക്കൂറുമാണ്. വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ആദ്യത്തെ 3 മണിക്കൂറിലെ കാര്യങ്ങൾ നോക്കാം. ആദ്യത്തെ 3 മണിക്കൂറിലെ കാറിൻ്റെ വെലോസിറ്റിയാണ് v1 ഈക്വൽ ടു ആദ്യത്തെ 3 മണിക്കൂർ കൊണ്ടുണ്ടായ കാറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് x1 ഡിവൈഡഡ് ബൈ ടൈം t1. ഈ t1 3 hours ആണ്. വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഈ ഇക്വേഷനെ x1 ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. t1 LHSലേക്ക് എടുക്കുന്നു. x1 ഈക്വൽ ടു v1 t1, ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം, x1 ഈക്വൽ ടു v1 ഇൻറ്റു t1. ഇവിടെ രണ്ടാം ഘട്ടത്തിൽ അഥവാ 3 മണിക്കൂറിന് ശേഷമുള്ള 2 മണിക്കൂർ കാർ സഞ്ചരിക്കുന്നത് 40 km/h വേഗതയിലാണ്. അവസാനത്തെ 2 മണിക്കൂർ കൊണ്ട് കാറിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് x2 ഈക്വൽ ടു v2 t2. ഇവിടെ 1 എന്ന സബ്സ്ക്രിപ്റ്റ് നൽകിയിരിക്കുന്നതെല്ലാം ആദ്യത്തെ 3 മണിക്കൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യത്തെ 3 മണിക്കൂറിലെ കാറിൻ്റെ വെലോസിറ്റിയാണ് v1. ആ 3 മണിക്കൂർ കൊണ്ട് കാറിനുണ്ടായ ഡിസ്പ്ലേസ്മെൻ്റാണ് x1, അതിനെടുത്ത ടൈമാണ് t1. ഈ ഇക്വേഷനെ x1 ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്തു. x1 ഈക്വൽ ടു v1 t1. അതുപോലെ രണ്ടാമത്തെ ഭാഗവുമായി ബന്ധപ്പെട്ട ക്വാണ്ടിറ്റികൾക്കെല്ലാം 2 എന്ന സബ്സ്ക്രിപ്റ്റ് നൽകിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അതുപോലെ രണ്ടാമത്തെ ഭാഗം നോക്കുമ്പോൾ x1 പകരം x2 ആകും, v1 പകരം v2, t1 പകരം t2. ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അവസാനത്തെ 2 മണിക്കൂർ കൊണ്ട് കാറിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് x2 ഈക്വൽ ടു അവസാനത്തെ 2 മണിക്കൂറുള്ള കാറിൻ്റെ വെലോസിറ്റി ഇൻറ്റു ടൈം t2. ഇപ്പോൾ നമുക്ക് കിട്ടിയ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷനിൽ x1 പകരം v1 t1, x2 പകരം v2 t2 എന്നീ സബ്സ്റ്റിറ്റ്യൂഷനുകൾ ചെയ്യുന്നു. ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു x1 പകരം v1 t1 പ്ലസ് അടുത്ത ടൈം x2 പകരം v2 t2 ഡിവൈഡഡ് ബൈ t1 പ്ലസ് t2. ഇവിടെ ചോദ്യത്തിൽ v1, t1, v2, t2 എന്നിവയുടെ എല്ലാം വില നൽകിയിട്ടുണ്ട്. ഇവിടെ v1ൻ്റെ വില 30 ആണ്. 30 ഇൻറ്റു t1ൻ്റെ വില 3 പ്ലസ് v2ൻ്റെ വില 40 ഇൻറ്റു t2 2 ഡിവൈഡഡ് ബൈ t1 പ്ലസ് t2 പകരം 3 പ്ലസ് 2. v1 30, t1 3, v2 40, t2 2 എന്നീ സബ്സ്റ്റിറ്റ്യൂഷനുകൾ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്യുന്നു. 90 പ്ലസ് 80 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 34 km/h. അതായത് ആവറേജ് വെലോസിറ്റി ഓഫ് ദ കാർ ഈക്വൽ ടു 34 km/h. ഇവിടെ കാറ് ആദ്യത്തെ 3 മണിക്കൂർ സഞ്ചരിച്ചത് 30 km/h വെലോസിറ്റിയിലും അടുത്ത 2 മണിക്കൂർ സഞ്ചരിച്ചത് 40 km/h വെലോസിറ്റിയിലുമാണ്. കണ്ടെത്തേണ്ടത് ആവറേജ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആയിരുന്നു. അതിനുവേണ്ടി ആവറേജ് വെലോസിറ്റിയുടെ ഫോർമുല ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ 2 വെലോസിറ്റിയിൽ കാറ് സഞ്ചരിക്കുന്നു, അതുകൊണ്ട് 2 വ്യത്യസ്ത ഡിസ്പ്ലേസ്മെൻറ്റുകൾ. ആദ്യത്തെ 3 മണിക്കൂർ കൊണ്ട് കാറിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റിനെ x1 എന്നും അടുത്ത 2 മണിക്കൂർ കൊണ്ട് കാറിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റിനെ x2 എന്നും മാർക്ക് ചെയ്തു. x1 പ്ലസ് x2 ആണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ അതിനെടുത്ത സമയം t1 പ്ലസ് t2. ഇവിടെ x1 എന്നത് ആദ്യത്തെ 3 മണിക്കൂർ കൊണ്ട് കാറിനുണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. x1നെ അഥവാ ഡിസ്പ്ലേസ്മെൻറ്റിനെ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതുന്നു. x1 ഈക്വൽ ടു v1 t1. അതുപോലെ അടുത്ത 2 മണിക്കൂറുള്ള കാറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് x2 ആണ്. ആ x2നെ v2 t2 എന്ന് എഴുതുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഇപ്പോൾ കിട്ടിയ ഇക്വേഷനിൽ x1 പകരം v1 t1 എന്നും x2 പകരം v2 t2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. v1 t1 v2 t2 എന്നിവയുടെ വിലകൾ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇവയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
Average velocity of the car equal to 34 km per hour. രണ്ടാമത്തെ question. A body moving in a straight line travels first half distance at a velocity of 40 km per hour and second half at 60 km per hour. Find the magnitude of average velocity. ഒരു വസ്തു ആദ്യത്തെ പകുതി ദൂരം 40 km per hour വെലോസിറ്റിയിലും അടുത്ത പകുതി ദൂരം 60 km per hour വെലോസിറ്റിയിലുമാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ ഈ വസ്തുവിൻ്റെ ആവറേജ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്തണം. അതിനുവേണ്ടി നേരത്തെ കണ്ട ഫോർമുല ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ആദ്യത്തെ ചോദ്യത്തിലെ പോലെ ഇവിടെയും ഈ വസ്തു സഞ്ചരിക്കുന്ന രണ്ട് ഘട്ടങ്ങളായാണ്. ആദ്യത്തെ ഘട്ടത്തിൽ 40 km per hour വെലോസിറ്റിയിലും അടുത്ത ഘട്ടത്തിൽ 60 km per hour വെലോസിറ്റിയിലുമാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റുകൾ ഉണ്ടാവും. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ x1 + x2 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം t1 + t2. ആദ്യത്തെ പകുതി ദൂരം സഞ്ചരിക്കാൻ എടുത്ത ടൈമാണ് t1, അടുത്ത പകുതി ദൂരം സഞ്ചരിക്കാൻ എടുത്ത ടൈമാണ് t2. ആദ്യത്തെ പകുതി ദൂരം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് x1, അടുത്ത പകുതി ദൂരം സഞ്ചരിക്കുമ്പോൾ വസ്തുവിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് x2. ഇവിടെ x1ഉം x2ഉം ഈക്വൽ ആയിരിക്കും. ആകെ ദൂരത്തിൻ്റെ പകുതി ദൂരം 40 km per hour വെലോസിറ്റിയിലും അടുത്ത പകുതി ദൂരം 60 km per hour വെലോസിറ്റിയിലുമാണ്. അതുകൊണ്ട് ഈ രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റുകളും തുല്യമായിരിക്കും. x1ഉം x2ഉം ഈക്വൽ ആയിരിക്കും. വി ഹാവ് വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ആദ്യത്തെ പകുതി ദൂരം സഞ്ചരിക്കുമ്പോഴുള്ള വസ്തുവിൻ്റെ വെലോസിറ്റിക്ക് v1 എന്ന സിമ്പൽ നൽകുന്നു, ഈക്വൽ ടു x1 ബൈ t1. വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, t1 LHSലേക്കും v1 RHSലേക്കും എടുക്കുന്നു. t1 ഈക്വൽ ടു x1 ബൈ v1, ടൈം ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി. ഇതുപോലെ രണ്ടാം ഘട്ടത്തിൻ്റെ ഇക്വേഷൻ t2 ഈക്വൽ ടു x2 ബൈ v2 ആയിരിക്കും. ടൈം ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി. അതുപോലെ x1 ഈക്വൽ ടു x2 ഈക്വൽ ടു x എന്ന സിമ്പിൾ നൽകുന്നു. ആവറേജ് വെലോസിറ്റിക്ക് നേരത്തെ കണ്ട ഇക്വേഷൻ x1 + x2 ബൈ t1 + t2. ഈ ഇക്വേഷനിൽ x1നും x2നും പകരം x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ t1ന് പകരം x1 ബൈ v1, t2ന് പകരം x2 ബൈ v2 എന്നീ സബ്സ്റ്റിറ്റ്യൂഷനുകൾ ചെയ്യുന്നു. ഈക്വൽ ടു x1ന് പകരം x പ്ലസ് x2ന് പകരവും x ഡിവൈഡഡ് ബൈ t1ന് പകരം x1 ബൈ v1. ഇതിൽ x1 എന്നത് x ആണ്. അതുകൊണ്ട് x1 ബൈ v1 എന്ന ഇക്വേഷൻ x ബൈ v1 ആയി മാറും. പ്ലസ് അതുപോലെ തന്നെ t2 ഈക്വൽ ടു x2 ബൈ v2. ഇതിൽ x2 എന്നത് x ആണ്. അതുകൊണ്ട് x2 ബൈ v2 എന്ന ഇക്വേഷൻ x ബൈ v2 ആയി മാറും. ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു x പ്ലസ് x 2x ഡിവൈഡഡ് ബൈ, ഇവിടെ ഡിനോമിനേറ്ററിൽ ഈ രണ്ട് ടേമുകളിലും x കോമൺ ആയി എടുക്കുന്നു, x ഇൻറ്റു 1 ബൈ v1 പ്ലസ് 1 ബൈ v2. ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും എക്സുകൾ ക്യാൻസൽ ചെയ്യുന്നു. ഈക്വൽ ടു 2 ബൈ 1 ബൈ v1 പ്ലസ് 1 ബൈ v2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്നു. ഈക്വൽ ടു v1 പ്ലസ് v2 ബൈ v1 v2. ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു 2 ബൈ v1 പ്ലസ് v2 ഡിവൈഡഡ് ബൈ v1 v2. v1 v2 ന്യൂമറേറ്ററിലേക്ക് എടുക്കുന്നു. ഈക്വൽ ടു 2 v1 v2 ബൈ v1 പ്ലസ് v2. ഇക്വേഷനിൽ v1ഉം v2നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ചോദ്യത്തിൽ v1ൻ്റെ വില 40 എന്നും v2ൻ്റെ വില 60 എന്നും തന്നിട്ടുണ്ട്. അതുകൊണ്ട് v1ന് പകരം 40 എന്നും v2ന് പകരം 60 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 ഇൻറ്റു 40 ഇൻറ്റു 60 ഡിവൈഡ് ബൈ 40 പ്ലസ് 60. v1ന് പകരം 40, അതുപോലെ v2ന് പകരം 60. 2 ഇൻറ്റു 40 ഇൻറ്റു 60 ഡിവൈഡ് ബൈ 40 പ്ലസ് 60 ഈക്വൽ ടു 4800 ഡിവൈഡ് ബൈ 100. ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു 48 km per hour. അടുത്ത മൂന്നാമത്തെ പ്രോബ്ലം. എ ബോഡി ട്രാവൽസ് ഫ്രം എ ടു ബി വിത്ത് എ വെലോസിറ്റി ഓഫ് 36 km per hour and returns to B with 72 km per hour. Calculate the average speed and average velocity. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു വസ്തു സഞ്ചരിച്ച വെലോസിറ്റി 36 km per hour ആണ്. കുറച്ച് സമയത്തിന് ശേഷം ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് തന്നെ വരുന്നു. അപ്പോൾ വെലോസിറ്റി 72 km per hour ആണ്. ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയുമാണ് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് സ്പീഡ് ഈക്വൽ ടു 2 v1 v2 ബൈ v1 പ്ലസ് v2. രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ഉപയോഗിച്ച ആവറേജ് വെലോസിറ്റി അഥവാ ആവറേജ് സ്പീഡിൻ്റെ ഫോർമുലയാണിത്. 2 v1 v2 ബൈ v1 പ്ലസ് v2. ഇതേ ഫോർമുല ഇവിടെ ഉപയോഗിക്കാം. രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് എന്നും സെക്കൻഡ് ഹാഫ് ഡിസ്റ്റൻസ് എന്നുമായിരുന്നു ചോദ്യത്തിൽ പറഞ്ഞത്, അഥവാ ദൂരം തുല്യമായിരുന്നു. ഇവിടെയും ദൂരം തുല്യമാണ്. എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്കുമാണ് സഞ്ചരിക്കുന്നത്. എയിൽ നിന്ന് ബിയിലേക്കുള്ള അതേ ദൂരം തന്നെയായിരിക്കും ബിയിൽ നിന്ന് എയിലേക്ക്. അതുകൊണ്ട് രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ഉപയോഗിച്ച അതേ ഫോർമുല ഇവിടെ ഉപയോഗിക്കാം. ഇവിടെ v1 36 km per hourഉം v2 72 km per hour ആണ്. v1ഉം v2നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 ഇൻറ്റു 36 ഇൻറ്റു 72 ഡിവൈഡഡ് ബൈ 36 പ്ലസ് 72 സിംപ്ലിഫൈ ചെയ്യുന്നു. ഈക്വൽ ടു 5184 ഡിവൈഡ് ബൈ 108. ആവറേജ് സ്പീഡ് ഈക്വൽ ടു 48 km per hour.
ഇവിടെ ഈ പ്രോബ്ലത്തിൽ എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്കുമാണ് വസ്തു സഞ്ചരിച്ചത്. ദൂരം തുല്യമാണ്. ദൂരം തുല്യമായതുകൊണ്ടാണ് ആവറേജ് വെലോസിറ്റി ഓർ ആവറേജ് സ്പീഡിൻ്റെ ഈ ഫോർമുല ഉപയോഗിച്ചത്. 2v1v2/v1+v2. അടുത്തതായി ആവറേജ് വെലോസിറ്റി കണ്ടെത്താം. ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു, ഇവിടെ വസ്തു എയിൽ നിന്നും ബിയിലേക്ക് സഞ്ചരിച്ചു, അതിനുശേഷം ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് തന്നെ വന്നു. അതുകൊണ്ട് വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയതുകൊണ്ട് ആവറേജ് വെലോസിറ്റി 0.